ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റാണ്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് ഗ്രീൻ പീസ് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാൻ വലിയൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുക്കർ അടച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോഴേക്കും തന്നെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അത് അവിടുന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളി മസാലയൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 ഏലക്കായും ചെറിയൊരു പീസ് പട്ടയും 1 ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. കറിക്ക് ഒരു പുളിക്ക് വേണ്ടി മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി, അധികം ആവശ്യമില്ല ഇതിന്. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നു. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ സ്പൈസസ് ചേർത്തതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചൂടോട് കൂടി ഒരിക്കലും അരച്ചെടുക്കരുത് കേട്ടോ. ചൂടോട് കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരക്കണ സമയത്ത് എല്ലാം കൂടി പുറത്തേക്ക് തെറിക്കും, നമ്മളെ മേത്തേക്കാണ് തെറിക്കൽ. അതുകൊണ്ട് തന്നെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചു കൊടുക്കാം. അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് അരച്ചെടുത്താൽ ഉണ്ടാവുക. ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും നമ്മൾ തിളപ്പിച്ച് നല്ല തിക്കാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വേവിച്ചതുണ്ടല്ലോ, അത് ആ വെള്ളത്തോട് കൂടി ഈ ഒരു അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറികൾ വേവിച്ച വെള്ളത്തോട് കൂടി ചേർത്തുകൊണ്ട് കറി നല്ല ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഏത് പരുവത്തിലാണോ വേണ്ടത് ആ ഒരു പരുവത്തിലേക്ക് എടുക്കാം. നല്ല വെള്ളത്തോട് കൂടി ഒഴിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളക്കുമ്പോൾ മാത്രമേ ഈ ഒരു മസാലയും ഈ ഒരു പച്ചക്കറിയായിട്ട് നന്നായിട്ട് യോജിച്ച് വരുള്ളൂ. അപ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്